കഠിനവേദനയുടെ നടുവിലും പുഞ്ചിരിയോടെ നിത്യതയിലേക്ക് യാത്രയായി ആഗോള ശ്രദ്ധ നേടിയ കർമ്മലീത്ത സന്യാസിനി സിസ്റ്റർ സിസിലിയയെ വിശുദ്ധയായി പ്രഖ്യാപിക്കും. ഇതിനുള്ള നടപടിക്രമങ്ങൾ അതിവേഗം മുന്നോട്ട് നീങ്ങുന്നു. സിസ്റ്റർ സിസിലിയയുടെ നാമകരണ നടപടികളുടെ അടുത്ത ഘട്ടമെന്ന നിലയിൽ അർജന്റീനയിലെ സാന്റാ ഫെ ഡി ലാ വെറാക്രൂസ് ആർച്ച് ബിഷപ്പ് സെർജിയോ ഫെനോയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 23 ഞായറാഴ്ച തുടക്കമാകും. രാവിലെ 9 മണിക്ക് സെൻറ്റ് തെരേസ കോൺവെൻറ്റിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയിലും ഉദ്ഘാടന സെഷനിലും പങ്കെടുക്കാൻ വിശ്വാസികളോട് ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു. 26-ാം വയസ്സിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് സിസിലിയ സന്യാസിനിയാവുന്നത്. ശക്തമായ പ്രാർത്ഥനയും സാമൂഹിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ സിസ്റ്ററിൻ്റെ ശ്വാസകോശത്തിൽ ക്യാൻസർ ബാധിക്കുകയായിരുന്നു. എന്നാൽ ക്യാൻസറിന് സിസ്റ്ററിൻ്റെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും പ്രത്യാശയെയും തകർക്കാൻ കഴിഞ്ഞില്ല. രോഗം ഗുരുതരമായി കിടപ്പിലാകുന്നതിന് മുൻപ് വരെ വയലിനിൽ പ്രാർത്ഥനാഗീതങ്ങൾ വായിക്കുന്നത് സിസിലിയ മുടക്കിയിരുന്നില്ല. മരണത്തോടടുക്കുന്ന ഓരോ വേളയിലും കന്യാസ്ത്രീയുടെ പുഞ്ചിരി അനേകരെ അത്ഭുതപ്പെടുത്തി. മരണമടഞ്ഞിട്ടും ക്രിസ്തുവിനെ നേരിൽ കണ്ടിട്ടെന്ന വണ്ണം ആ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു. 2016 ജൂൺ 23-നാണ് സിസ്റ്റർ സിസിലിയ നിത്യതയിലേക്ക് യാത്രയായത്. ആശുപത്രിയിൽ ക്യാൻസറിൻ്റെ കടുത്ത വേദനകളറിഞ്ഞ് മരണത്തിന് കീഴടങ്ങുമ്പോഴും പുഞ്ചിരി പ്രതിഫലിപ്പിച്ച 43 വയസ്സുകാരിയായ സിസ്റ്റർ സിസിലിയയുടെ ചിത്രങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു. കഴിഞ്ഞ വർഷം സിസ്റ്റർ സിസിലിയയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ഉത്തരവിൽ സെർജിയോ ഫെനോ ഒപ്പുവെച്ചിരുന്നു.